ശ്യാമളൻ. To God be the glory. ദൈവത്തിന്റെ പുനനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ബാസിലിൽ ഒന്നിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. Amen. Praise the Lord. Hallelujah. 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 Amen. Praise the Lord. Hallelujah. What a privilege to be together in the name of our Lord Jesus Christ. Amen. വിവിധ ഇടങ്ങളിലായിരുന്നവര്, വിവിധ പശ്ചാത്തലത്തിലുള്ളവര്, എന്നാൽ യേശു ക്രിസ്തുവിൽ ഒന്ന് എന്നുള്ളതായ ബന്ധത്തിൽ ദൈവത്തിന്റെ തിരുവചനം ഒരുമിച്ച് കേൾക്കുവാൻ, ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഉള്ള ഇംഗ്ലീഷിലുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ. I'm so sorry that the equipment is not here. So I will use English words more during the topic. Is that okay? All right. And you will bear with me. Now, the text for this evening is Isaiah chapter 6, verses 1 to 8. Someone will read it in English and then I'll follow it. In that year that King Uzziah died, I saw the Lord sitting on a throne, high and lifted up, and a train of his robe filled the temple. Above it stood seraphim. Each one had 6 wings. With 2 he covered his face, with 2 he covered his feet, and with 2 he flew. And one cried to another and said, Holy, holy, holy is the Lord of the host. The whole earth is full of his glory. And the posts of the doors were shaken by the voice of him who cried out, and the house was filled with smoke. So I said, Woe is me, for I am undone, because I am a man of unclean lips, and I dwell in the midst of a people of unclean lips. For my eyes have seen the King, the Lord of hosts. Then one seraphim flew to me, having in his hand a live coal, which he had taken with tongs from the altar. And he touched my mouth with it, and said, Behold, this has touched your lips. Your iniquity has been taken away, and your sins purged. And I heard the voice of the Lord saying, Whom shall I send? Who shall go for us? Then I answered, Here I am, send me. Thank you. Praise the Lord. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. That was a great vision of Isaiah. നമ്മൾ സാധാരണ ഭാഗത്തിന് അങ്ങനെ ഇല്ലയോ പറയുന്നത്, ഐസയ്യാവിനുണ്ടായ ദർശനം. But in that one vision, we can study that passage by looking at it. 4 visions in one vision. എന്താണ്? ഒരു ദർശനത്തിൽ 4 ദർശനങ്ങൾ പഠനത്തിന് വേണ്ടിയാണ്. 1 വാക്യത്തിൽ വായിച്ചല്ലോ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവം. That is the vision of God. എന്നാൽ ദർശനം കണ്ടതായ ആളിന്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ, a vision of himself. നമ്മൾ ഇന്ന് വൈകിട്ട് ഇത് വായിക്കുമ്പോൾ what do we say? Not only a vision of God in his holiness and majesty, but also a vision of ourselves. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടാകേണ്ടതായ ഒരു അവബോധം അല്ലെങ്കിൽ ദർശനം. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ളതായ ദർശനമുണ്ടായപ്പോൾ ഇതാ
മൂന്നാമത്തെ ദർശനം. അതെന്താണ്? വിഷൻ ഓഫ് ദി ഓൾട്ടർ. വാട്ട്സ് അവർ ഓൾട്ടർ? ദി ഓൾട്ടർ ഓഫ് കാൽവറി. കാൽവറി യാഗപീഠത്തെ കുറിച്ചുള്ളതായ ദർശനം. അവിടെ ഇതാ ഫർഗീവ്നെസ്, ക്ഷമ മാത്രമല്ല, മനുഷ്യ ആളത്വത്തിന്റെ സർവ പ്രധാനികളായ ശത്രുക്കളെയൊക്കെയും ആ യാഗപീഠത്തിൽ ക്രൂശിച്ചു. ആ തീക്കനൽ എന്ന് പറയുന്നതല്ല ശുദ്ധീകരിച്ചത്, പിന്നെയോ ദൈവമാണ് ശുദ്ധീകരിച്ചത്. ആ ശുദ്ധീകരണം പ്രാപിച്ചയാൾ പറയുകയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ആരുടെ ഇടയിലേക്ക്? നശിച്ചു പോകുന്നതായ ജനങ്ങളുടെ ഇടയിലേക്ക്. വിഷൻ ഓഫ് ദ പീപ്പിൾ, വിഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ നീഡ്. അതിന് പ്രതികരണമായിട്ട് പറഞ്ഞു, നമ്മൾ ഈ ഹാളിൽ പല പ്രാവശ്യം മുഴങ്ങി ഇന്ന് വൈകിട്ട് കേട്ടത് എന്താണ്? അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. Here I am, O Lord, please send me. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വേളയിൽ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ദർശനത്തെ ഒന്ന് പുതുക്കണമേ. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്നുള്ളതായ ദർശനത്തിൽ ഞങ്ങൾ പിന്നോക്കം പോകാതെ, അനുസരണക്കേട് കാണിക്കാതെ കർത്താവേ നിന്നെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. What is vision number 1? Vision of God. ദൈവത്തെ കുറിച്ചുള്ളതായ ദർശനം. അവിടെ എന്താണ്? Historical context is that there was a good king, King Uzziah, but he did something that he should not have done. അല്ലെ, അരുതാത്തത് ചെയ്ത കാരണത്താൽ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി മരിച്ചു. Israel's king is dead and gone, but the vision is that Israel's God lives forevermore. ഇസ്രായേലിന്റെ രാജാവ് മരിച്ചെങ്കിലും ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നു. നമ്മുടെ ആശ്രയസ്ഥാനങ്ങളൊക്കെ മാറ്റിപ്പെട്ടാലും ഇതാ ജീവിക്കുന്നവനായൊരു ദൈവം നമുക്കുണ്ട്. ഇസ്രായേലിന്റെ രാജാവ് കുഷ്ഠരോഗിയായിട്ട് മരിച്ചു, എന്നാൽ ഇസ്രായേലിന്റെ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ പരമാധികാരിയായി ജീവിക്കുന്നു. സോവറിൻ ഗോഡ്, എല്ലാറ്റിന്റെ മേലും അധികാരിയായി ജീവിക്കുന്നു. അപ്പോൾ ഈ വലിയ വേളയിൽ നാം ആ സിംഹാസനത്തിലോട്ട് നോക്കുമ്പോൾ നാം അവിടെ കാണുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന പരമാധികാരിയായ ദൈവത്തെയാണോ, അതോ നമ്മുടെ പ്രശ്നങ്ങളെയാണോ? നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ലോങ് റേഞ്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം ആയിരിക്കാം ഒരു പക്ഷേ സിംഹാസനത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അതെന്തോരു മടയത്തരമാണ്. അപ്പോൾ അതിന് പകരം ആരെയാണ് കാണേണ്ടത്? നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ കൂനയിട്ട് കൂട്ടി ഒരു വലിയ പ്രശ്ന കൂമ്പാരമായാലും ആ കൂമ്പാരത്തെക്കാൾ വലിയവനായ ദൈവം, the great big wonderful God who is much bigger than all our problems put together. അതോ പ്രശ്നത്തെയാണോ കാണുന്നത്? ഈ കൊച്ചു പിള്ളേർക്ക് ഒരു നഴ്സറി റൈം ഉണ്ടല്ലേ, Pussycat, pussycat, where have you been? Oh, I am glad I am singing that. I am glad I went to London to see the Queen. ലണ്ടനിൽ വന്നു ക്യൂവിനേക്കാൾ. What did you see pussycat there? പുസിക്കാറ്റിന് താല്പര്യം ക്യൂവിനെ അല്ലായിരുന്നു, ക്യൂവിനിന്റെ അടിയിലത്തെ കസേരയിരുന്ന ആ ചുണ്ടലിയായിരുന്നു. അത് ശരിയാ.
ക്യാറ്റിന് എപ്പോഴും എലിയോടല്ലേ താല്പര്യം എന്ന് പറയുന്ന പോലെ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല നമ്മുടെ ചില ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നേടിയെടുക്കണം. അത് മതി. ലോക വിഷയമായ സമ്പന്നത മതി നമുക്ക്, നമ്മുടെ പിള്ളേർക്കും. ദൈവവിഷയമായ സമ്പന്നത എന്നൊക്കെ കർത്താവ് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. അയ്യോ, അത് മണ്ടത്തരമില്ലയോ? എന്തോരു മണ്ടത്തരവാ സിംഹാസനത്തിലിരിക്കുന്ന വലിയവനായ ദൈവത്തെ കാണുന്നതിന് പകരം നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നത്. Our great big wonderful God is much bigger than all our problems put together. Who is on the throne? ഒരൊറ്റ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കാത്തവനായ കർത്താവ്. According to Philippians 4:13, the one who never ceases to make you able. നമ്മളെ ഏബിൾ ആക്കുക എന്നുള്ള കാര്യത്തിൽ ഒരൊറ്റ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കാത്തവനായ കർത്താവ് നമുക്കുണ്ട്. Praise the Lord. Hallelujah. The one who never ceases to make us able. അയ്യോ, ഞാന് ഈ രാജ്യത്ത് നിന്നും അമേരിക്കയിൽ നിന്നും കിട്ടാവുന്നിടത്തു നിന്നൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗത്തിൻ്റെ വിവരണത്തെക്കുറിച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുമുള്ള റിസർച്ച് പേപ്പേഴ്സൊക്കെ വായിക്കുകയായിരുന്നു. കാരണം ഡോക്ടർമാർ പറഞ്ഞു, നിന്റെ 3 ആൺമക്കളും മാരക രോഗികളാണ്. 3 ആണും ഒരു പെൺകുട്ടിയാണ് ചെയ്ത് ഞങ്ങൾക്ക് തന്നത്. 3 ആൺകുട്ടികളും സിസ്റ്റിക് ഫൈബ്രോസിസ്. നോ ഹോപ്പ്, നോ ട്രീറ്റ്മെൻറ്റ്, നോ ക്യൂർ. അവരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, മരണത്തെ നേരിടുക. അധികം താമസിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് വായിച്ചപ്പോൾ അതിൻ്റെ ഡിഫിക്കൽറ്റി എനിക്ക് മനസ്സിലായി. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഫൈൻഡ് എ ക്യൂർ ഫോർ ഇറ്റ്. അപ്പോൾ പിന്നെ നിരാശയല്ലേ ഉണ്ടാകാറുള്ളൂ. നമ്മുടെ ദൈവം നമ്മെ നിരാശപ്പെടുത്തുന്നവനാണോ? അല്ല. ആ മേശപ്പുറത്ത് തന്നെ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ വചനം. അപ്പൊ നിന്റെ ശ്രദ്ധ എന്തിലേക്ക് തിരിഞ്ഞു? God directed my attention to Philippians 4:13. What does it say? I can do all things through Christ who strengthens me. അല്ലേ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ സകലത്തിനും മതിയായവൻ. ഞാനതിങ്ങനെ പല പാരഫ്രൈസ്ഡ് വേർഷനൊക്കെ വായിച്ചപ്പോൾ ഐ ഫൗണ്ട് ഔട്ട് ദ മീനിങ് ഓഫ് ഇറ്റ് ഈസ് ഐ ക്യാൻ നോട്ട് ഓൺലി ഡു ഓൾ തിങ്സ് ബട്ട് ആൾസോ ബെയർ ഓൾ തിങ്സ്. എന്തുവാ ബെയർ ഓൾ തിങ്സ്? നിന്റെ 4 മക്കളിൽ 3 ആൺമക്കൾ, അവർ ഇതാ മാരക രോഗികളാണ്, മരണത്തെ നേരിടുകയാണ്, അവർക്ക് ഈ ലോകത്തിൽ യാതൊരു ഹോപ്പും ജീവിക്കാനില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? ഒരൊറ്റ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കാത്തവനായ കർത്താവ് എനിക്കുള്ളത് കൊണ്ട് എനിക്കെല്ലാം സഹിക്കുന്നതിനും വഹിക്കുന്നതിനും അവൻ എന്നെ ശക്തനാക്കുന്നു. Praise the Lord. അവൻ എന്നെ ശക്തനാക്കുന്നു, അവൻ നിന്നെ ശക്തനാക്കുന്നു. The one who never ceases to make you able. Do you believe that? അതോ ചില കാര്യത്തിലൊക്കെ പിന്നോക്കം നിൽക്കുമോ? No. The one who never ceases to make you able. So I can not only do all things but bear all things. Who is on the throne? The one who never ceases to make you able. He is on the throne. Praise the Lord. Hallelujah. ഒരൊറ്റ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കാത്തവനായ കർത്താവ് ഇതാ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ വലിയ വേളയിൽ നമ്മൾ ആരെയാ കാണുന്നത്? നമ്മുടെ പ്രശ്നവുമായിട്ട് ഇങ്ങനെ മല്ലടിക്കുകയാണോ? അതോ പരിഹാരിയായിട്ട് സിംഹാസനത്തിലിരിക്കുന്ന വലിയവനായ ദൈവത്തെ? ഈസ് എ ഗോഡ് ഓഫ് ഇംപോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദൈവം അസാധ്യതയുടെ ദൈവമാണ്. സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഗോഡ് ഓഫ് ഇംപോസിബിലിറ്റീസ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ഇപ്പൊ മൂത്ത മകൻ ജോണി എല്ലാം എഴുത്തൊക്കെ പഠിക്കാൻ ഒക്കെ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടായപ്പോൾ അവൻ ഒരു
പ്ലക്കാർഡ് പോലെ എഴുതി, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. അത് ഞങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അവർക്ക് കുറച്ചുകൂടെയൊക്കെ പ്രായമായി, 19 വയസ്സെത്തുന്നതിന് മുമ്പേ മരിക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്. ബിറ്റ്വീൻ 12 and 19 the internal organs are being deteriorated and that is how they die, such children. അതിൻ്റെ ഒത്തിരി അതിൻ്റെ അടയാളങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. പല്ലെല്ലാം ദ്രവിച്ചു പോയി, കാലൊക്കെ അങ്ങ് ദ്രവിക്കുന്നു, പിന്നെ സിവിയറായിട്ടുള്ള ഇൻഡസ്ട്രീനൽ പ്രോബ്ലം, മാൽ അബ്സോർപ്ഷൻ, ബിക്കമിങ് വെരി തിൻ, ദ ലങ് കപ്പാസിറ്റി വാസ് ഗോയിങ് ഡൗൺ. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു കൊച്ചിലെ അങ്ങ് മരിച്ചെങ്കിലും 2 പേര് 19 വയസ്സ് ക്രോസ് ചെയ്തു. ഒരാൾ 22 വയസ്സ് 8 മാസമായപ്പോഴാണ് മരിച്ചത്. ഒരാൾ 32 years and 10 months ജീവിച്ചു. പക്ഷേ അവൻ 27 year old ആയപ്പോൾ കാല് മുറിച്ചു, ഒരു കാല് മുറിച്ചു. പിന്നെ ആ കാല് തന്നെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും മുറിച്ചു. അങ്ങനെ പല പല പ്രശ്നത്തിനകത്തൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇത്രയൊക്കെ പ്രായമാകുന്ന കണ്ടുകൊണ്ട് ആയിരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ ഓരോരുത്തരൊക്കെ വരുമല്ലോ. ഒരു കൊച്ചൻ മിടുക്കനാ, അപ്പം ചോദിച്ചു, അങ്കിളേ ജോണിയും റോണിയും മരിച്ചില്ലല്ലോ, 19 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, അവർ ജീവിക്കുകയാണേലേ നിങ്ങളങ്ങ് മരിച്ചു പോയാൽ ആരവരെ നോക്കും? That is a very intelligent question. Who will take care of the children if they are going to live? ഭാഗ്യത്തിന് ജോണിയും റോണിയും ആനിയൊക്കെ അത് ഉഷ്ണമുള്ള ദിവസമായതുകൊണ്ട് അവർക്ക് AC റൂമിലിരുത്തണം, അല്ലെ പെക്സ്പയർ ചെയ്ത് സോഡിയം നഷ്ടപ്പെട്ട് ശബ്ദത്തിലുണ്ടായി മയക്കം ഉണ്ടാകും. അതൊക്കെ അടുത്ത കാലത്തൊക്കെ, പിന്നീട് ആദ്യകാലങ്ങളിലും വോൾട്ടേജ് ഒന്നുമില്ല, AC ഒന്നുമില്ല, ഫാൻ പോലും ഓടിക്കാനൊക്കാത്ത കാലത്തില്ലാത്ത കാലം. അപ്പോൾ ഞങ്ങൾ ഐസ് വെള്ളമൊക്കെ കോരി ഒഴിക്കുമായിരുന്നു. അങ്ങനത്തെ നാളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമാണ്. പക്ഷേ ഇപ്പം അവർ പോയല്ലോ. അപ്പോൾ അവർ ആ മുറിയിലായിരുന്നു. ആ മുറിയിൽ ഛർദ്ദിക്കാൻ എപ്പോഴും ഛർദ്ദിക്കാനുള്ള വാഷ് ബേസിനില്ല, നടുമുറ്റത്ത് വാഷ് ബേസിനുണ്ട്. അവിടെ ഞാൻ വിചാരിച്ചത് മക്കൾ ഈ കൊച്ചൻ ചോദിച്ചതൊന്നും കേട്ടില്ലെന്ന്. അപ്പോൾ അവന് ഞാൻ എന്തോ ഉത്തരം പറഞ്ഞു കൊടുത്തത്, ആ ജോണി എഴുതി തൂക്കിയ ആ പ്ലക്കാർഡിലോട്ട് കാണിച്ചു. ഇവരെ ആര് നോക്കും? ഇവരെങ്ങനെ ജീവിക്കും? മമ്മിയും ഡാഡിയും മരിച്ചു കഴിഞ്ഞാൽ ആരവരെ നോക്കും? ഉത്തരം എന്തുവാ? ആ തൂക്കിയിട്ടിരിക്കുന്നത്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. So that boy was satisfied and he went. And I thought my children, they did not hear that. They had no chance because they were in the other room. പക്ഷേ പിറ്റേ ദിവസം ജോണി അത് കേട്ടു എന്നറിയിക്കാൻ വേണ്ടി എൻ്റെ മേശപ്പുറത്ത് ഒരു കടലാസ് ഉണ്ടെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പോയി. എന്തോ എഴുതിയത്? ഞാനങ്ങ് ചിരിച്ചു. ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇങ്ങനെ എഴുതിയത്, ഇറ്റ് ഈസ് ബാഡ് ഇഫ് എ മാൻ വറീസ് ആൻഡ് ലൂസസ് ഹിസ് ഹെയർ. അപ്പം നിങ്ങൾ ചിലരോട് ക്ഷമിക്കണമേ, നിങ്ങൾ വറി ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ തലയിലെ മുടി പോയത്, വേറെ കാരണത്താലാണ്. എന്തുവാ? ഒരു മനുഷ്യൻ വിഷമിച്ച് തലയിലെ മുടി പോയാൽ അത് മോശം. അടുത്ത വാചകം എന്തുവാ? ഇറ്റ് ഈസ് സ്റ്റിൽ വേഴ്സ് ഇഫ് ഹി ലൂസസ് ഹിസ് ഹെഡ്. കൂടുതൽ വിഷമിച്ച് തല പോയാൽ അതിലും മോശം. അപ്പം പറയുക, ഇന്നലെ ആ കൊച്ചൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, പക്ഷേ വി വാണ്ട് ടു ടെൽ യു സംതിങ്. വെറുതെ അത് കേട്ട് അങ്ങനെ വല്ല പിള്ളേരും ചോദിക്കുമ്പോൾ കേട്ട് വിഷമിച്ച് തലമുടിയും കഷണ്ടി അടിക്കണ്ട, വിഷമിച്ച് തലയും പോകണ്ട. എന്തുകൊണ്ടാണ്? Because of this great wonderful God, they found He is able. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. റോണി ഇളയാള് എല്ലും തൊലിയുമാണ്, എല്ലൊക്കെ എണ്ണിയെടുക്കാം, എല്ലും പറയുമല്ലോ, എല്ലും ഒക്കെ. ചില കുട്ടി ചോദിച്ചു, എടാ റോണി നീ വലിയ മെലിഞ്ഞവനാണ്, യു ആർ സോ തിൻ. റോണിയുടെ മറുപടി എന്തുവാ? യെസ്, മൈ ഹാൻഡ്സ് ആർ ഫീബിൾ ബട്ട് ഗോഡ്സ് ഹാൻഡ്സ് ആർ ഏബിൾ. I place my feeble hands into God's able hands.
എൻ്റെ കൈ ദുർബലമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ബലമുള്ളതാണ്. എൻ്റെ ദുർബലമായ കരങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് കേട്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ കൈയും ബലമില്ലാത്തതാണ്. ഈ കൈ കൊണ്ട് വല്ലതും ചെയ്യണമെങ്കിൽ ഈ കരങ്ങളെ എവിടെ ഏൽപ്പിക്കണം? ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ. What do you say? Is that so? Then why don't we say that both in Malayalam and English? Let us say, place our feeble hands into God's able hands. Come on. Place our feeble hands into God's able. And in Malayalam, നമ്മുടെ ദുർബലമായ കരങ്ങളെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന്റെ ബലമുള്ള കരം ബലമുള്ളതാണോ? അപ്പൊ ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ബലമുള്ള കരമുള്ളവൻ അല്ലേ? But Isaiah saw this great big wonderful God in his majesty and holiness. The 6-winged seraphims were worshipping. എന്തോ പറഞ്ഞോണ്ടാ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, ഹോളി ഹോളി ഹോളി, ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഹോളി. അവർക്ക് 6 ചിറകുണ്ടായിരുന്നല്ലേ? 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് കാൽ മൂടി, 2 ചിറക് കൊണ്ട് പറന്നു. അപ്പോഴാ വിശുദ്ധിയുടെ ഉന്നതിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഈ ദർശനം കണ്ട ആള് പറയുമോ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, I am a man of unclean lips and I dwell among such people. അതാണ് വിഷൻ നമ്പർ 2. What is this vision number 2? The vision of ourselves. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു കൂടിയിരിക്കുന്ന നാം കർത്താവിൻ്റെ വിശുദ്ധിയുടെ ഉന്നതിയിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഉണ്ടാകേണ്ടതായ ഒരു അവബോധം അല്ലെങ്കിൽ ദർശനം. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. ഉള്ളുമുഴുക്ക പാപമാണോ? ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചെയ്യാതെ വിട്ട പാപം. That is called sin of omission അല്ലേ? ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്ത പാപം, sin of commission. And നമുക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ hatred, bitterness, resentment, dissatisfaction, ദുരാഗ്രഹം, കയ്പ്, വെറുപ്പ്, ദണ്ണം, എന്തോ വേണ്ട, ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നത്. ആ ദൂതന്മാർക്ക് എത്ര ചിറക് വീതം ഉണ്ടായിരുന്നു? 6 wings അല്ലേ? അതിൽ 2 കൊണ്ട് മുഖം മൂടി എന്നാ പറയുന്നത്. അപ്പം മുഖം മൂടാൻ ഉപയോഗിച്ച 2 ചിറക് പറക്കാനല്ല ഉപയോഗിച്ചത്, മുഖം മൂടാൻ. പാദം മൂടാനുള്ള 2 ചിറക് പാദം മൂടാനാ ഉപയോഗിച്ചത്, മുഖം മൂടാനല്ല. അല്ലെ, പറക്കാനായിട്ടുള്ള 2 ചിറക് പറക്കാൻ വേണ്ടിയാ ഉപയോഗിച്ചത്, മുഖം മൂടാനോ കാലം മൂടാനോ അല്ല. അത് എന്തിനെയാണ് കുറിക്കുന്നത്? ദൈവത്തെ അവിടുത്തെ വിശുദ്ധിയുടെ ഉന്നതിയിൽ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട 2 ചിറക് കുടുംബത്തിന് കൊടുക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട 2 ചിറക് അതിന് കൊടുക്കണം. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി കൊടുക്കേണ്ട 2 ചിറക് അതിന് കൊടുക്കണം. സമൂഹത്തിന് വേണ്ടി കൊടുക്കേണ്ടത് അതിന് കൊടുക്കണം. അല്ലാതെ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊണ്ട് ഷർട്ട് വാങ്ങിച്ചിടുകയോ ചുരിദാർ വാങ്ങിച്ചിടുകയോ ചെയ്താൽ ദൈവത്തെ റോബ് ചെയ്യുവാണെന്നാണ് മലാക്കി പറഞ്ഞിരിക്കുന്നത്. So, when you see the majesty of His holiness, God in His majesty and holiness, a right ratio is established in life, a balanced life.
സന്തുലിതമായ ഒരു ജീവിതമാണോ, അതോ വേദപുസ്തകം വായിക്കാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത് ഇപ്പോഴേ ഇവിടെ വേദപുസ്തകം ഇരിക്കുന്നെന്ന് പോലും അറിയത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണോ ആയിരിക്കുന്നത്? പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു, എത്ര പേരോടാ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈസ് യുവർ ലൈഫ് ബാലൻസ്? ലുക്ക് അറ്റ് the one on the throne in his majesty and holiness and get right. അതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു യാഗപീഠത്തെയാണ് മൂന്നാമതായി ആര് യെശയ്യാവ് കണ്ടത്. ആദ്യം വിഷൻ ഓഫ് God, then vision of himself, or when we read this, vision of ourselves. മൂന്നാമത്തേത് vision of the altar. നമ്മുടെ ഓൾട്ടർ ഏതാണ്? കാൽവരി യാഗപീഠം, ദി ഓൾട്ടർ ഓഫ് കാൽവരി. അവിടെ നിന്ന് കൊടിൽ കൊണ്ട് ദൂതൻ ഒരു കനലെടുത്ത് അദ്ദേഹത്തിന്റെ വായ്ക്ക് തൊടുവിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? ശുദ്ധിയുള്ളവരായി തീർന്നു. നമ്മളെ അശുദ്ധവരായ നമ്മളെ ശുദ്ധിയുള്ളവരാക്കാൻ കാൽവരി യാഗപീഠത്തിന്റെ സ്പർശനം, നമുക്ക് പാപമോചനം നൽകുവാൻ കാൽവരി യാഗപീഠത്തിന്റെ സ്പർശനം, നമുക്ക് വിജയം നൽകുവാൻ കാൽവരി യാഗപീഠം. അതല്ലേ? The cross of Calvary is where Jesus was nailed on to that cross. യേശുവിനെ ക്രൂശിൽ തറച്ച ക്രൂശ്. എന്നാൽ ആ ക്രൂശിലൂടെ മനുഷ്യാളത്വത്തിന്റെ മുഖ്യ ചില ശത്രുക്കളെ കൂടെ ക്രൂശിച്ചിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യവും 10-ാം വാക്യവും 11-ാം വാക്യവും വായിക്കുമ്പോൾ എന്താ കാണുന്നത്? പാപം നമ്മളെ പരാജയപ്പെടുത്താതിരിക്കുവാൻ പാപത്തെ ക്രൂശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പാപ സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. Sin is nailed onto the cross, and so you can consider you are dead to sin and alive to God in union with Christ Jesus. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പാപത്തിൽ മരിച്ചവരായിരുന്നു. Ephesians chapter 2 verse 1 say you were dead in trespasses and sins, but here he say dead to sin എന്ന് പറഞ്ഞാൽ പാപ സംബന്ധമായി മരിച്ചു. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി ഇവിടെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് എന്ന് അതിനോട് അയാൾ ചെയ്ത അഴുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഡെഡ് ബോഡി എഴുന്നേറ്റ് വന്ന് നമ്മളെ തല്ലു. പറഞ്ഞതൊന്നും കേട്ടില്ല, ചാത്തോളാം. അയാൾ പറഞ്ഞതൊന്നും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയാൽ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചു. ഓ ഇല്ല. ഇതുപോലെ ഓരോ രീതിയിൽ പാപം നമ്മളോട് വന്ന് പറയുന്നുടനെ പറയണം, ഐ ആം ഡെഡ്, അനക്കൊന്നുമില്ല, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു, ഇനിയും എനിക്ക് നിന്നുമായിട്ടൊരു ബന്ധമില്ല. കുറേ നേരം നമ്മളെ പ്രലോഭിപ്പിക്കും, പല രീതിയിലാണ് പ്രലോഭിപ്പിക്കുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് ടെംപ്ടേഷൻസ് ആൻഡ് ഓൾ വിൽ കം ഇൻ മെനി ഫോംസ്. ബട്ട് ആഫ്റ്റർ വേർഡ്സ് എന്താ പറയുക? ഓ ഇയാള് മരിച്ചതാ, പറഞ്ഞിട്ട് കാര്യമൊന്നും. So the cross of Calvary is the cross of for victory over sin. So sin need not defeat you. പിന്നെന്താണ്? Matthew 8:17 and Isaiah 53:6. He nailed our disease onto the cross. രോഗങ്ങളെ വഹിച്ചു, വ്യാധികളെ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. അതുകൊണ്ടാണ് നാം യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിടുതലുണ്ട്, വിടുതലുണ്ട് in the name of Christ. Because healing is in the atonement. നമ്മളുടെ പാപങ്ങളെ വഹിച്ചു, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയതുപോലെ തന്നെ പാപത്തെ നിർവീര്യമാക്കി ഇനി ഇനോപ്പറേറ്റീവ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പോലെ രോഗവും നമ്മളെ പരാജയപ്പെടുത്താൻ അനുവദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്? യേശുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആളുകൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്.
ഇല്ലയോ? ലോകത്തിൻ്റെ എല്ലാ വൻകരകളിൽ നിന്നും എല്ലായിടത്തും റിപ്പോർട്ടുണ്ട് ഹീലിംഗ്. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ശരീരത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല പല അവസരങ്ങളിൽ. ദ ഹീലിംഗ് ടച്ച് ആൻഡ് ഗോഡ് ഈസ് ഏബിൾ ടു ഹീൽ യു, ഡെലിവർ യു ഫ്രം സിക്നെസ്. ആൻഡ് ദി ഡെലിവറൻസ് കൺസേണിങ് സിക്നെസ് ഈസ് twofold. One is deliverance from sickness എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞല്ലോ, രോഗത്തിൽ നിന്നും വിടുതൽ നൽകുന്നു. അത് മാത്രമല്ല, രോഗത്തിനകത്തും വിടുതൽ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഡെലിവറൻസ് ഇൻ സിക്നെസ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ വീട്ടിൽ അനുഭവിച്ചു. കുട്ടികളുടെ രോഗം മാറിയില്ല മരിക്കുന്നിടം വരെ, സിസ്റ്റിക് ഫൈബ്രോസിസ്, അതിന് ക്യൂർ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഞങ്ങളോ ആ രോഗം ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ അനുവദിച്ചില്ല. കാരണം എന്താണ്? ഡെലിവറൻസ് ഇൻ സിക്നെസ്, രോഗത്തിനകത്ത് അനുഭവിക്കുന്ന വിടുതൽ. രോഗമുണ്ട്, രോഗം മാറിയെന്ന് വരില്ല, പക്ഷേ ആ രോഗം നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ പോകുന്നില്ല. നാമോ ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു എന്നുള്ളതിൽ രോഗസംബന്ധമായ വിടുതലുണ്ട്. 2 തളർവാദ രോഗികള് 2 കട്ടിലേക്ക് കിടക്കുക. 2 പേരും പ്രാർത്ഥിച്ചത് എന്തുവാ? ലോർഡ് ഹെൽപ്പ് മീ, ഗിവ് മീ ദാറ്റ് മച്ച് ഓഫ് ഹെൽത്ത് വിച്ച് വുഡ് ഹെൽപ്പ് മീ ടു ഗോ അപ്പ് ടു ദ ബാത്റൂം. ബാത്റൂമിലൊക്കെ ഒന്ന് തന്നെത്താനെ പരസഹായം കൂടാതെ പോകാനുള്ള ആരോഗ്യം തരയണമേ. ഒരാളങ്ങനെ പ്രാർത്ഥിച്ചു, ബാത്റൂമിൽ മാത്രം പോകാനല്ല, ഓടി നടക്കാനുള്ള സൗഖ്യം കൊടുത്തു. ഈസ് ഗോഡ് ഏബിൾ ടു ഗിവ്? യെസ്. അയാൾ 400 മീറ്റർ ഓട്ടത്തിന് ചേർന്ന് 1ാം സമ്മാനവും വാങ്ങിച്ചു. ദാറ്റ് ഈസ് റിയലി വിടുതലല്ലേ? എന്നാൽ മറ്റേ രോഗി ഇതുപോലെ പ്രാർത്ഥിച്ചു. അയാളോട് ദൈവം പറഞ്ഞു, നീ എല്ലാം കട്ടിലേക്ക് കിടന്നുണ്ടെങ്കിൽ അയക്കണം. പാവം, എഴുന്നേക്കാനും പറ്റിയില്ല. പക്ഷെ ഈ 2ാമത്തെ രോഗിയെ കൊണ്ടുണ്ടല്ലോ, കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞ ആളിനെ കൊണ്ട് ഓടി നടക്കുന്ന ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ആ കട്ടിലിൻ്റെ ആ കിടക്കെ കിടത്തിക്കൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് ഡെലിവറൻസ് ഇൻ സിക്നെസ്. ഡെലിവറൻസ് ഇൻ സിക്നെസ്. രോഗം മാറിയെന്ന് വരില്ല, പക്ഷെ നിന്നെ നിരാശനാക്കാനല്ല. രോഗം നിന്നെ പരാജയപ്പെടുത്താത്ത വിധം വിടുതൽ നൽകാനാണ്. നമുക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. എന്നാൽ രോഗത്തിൽ നിന്നുള്ള വിടുതലാണോ നമുക്ക് വേണ്ടിയത്, രോഗത്തിനകത്ത് അനുഭവിക്കുന്ന വിടുതലാണോ നമുക്ക് വേണ്ടിയത് എന്ന് നമ്മളല്ല നിശ്ചയിക്കുന്നത്, ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനം എന്തു തന്നെയായാലും നമ്മുടെ ഉത്തരവാദിത്വം ലവ് ഗോഡ് ആൻഡ് സെർവ് ഗോഡ് റിഗാർഡ്ലെസ് ഓഫ് ഹിസ് ചോയ്സ്. ദൈവത്തിന്റെ തീരുമാനം എന്തു തന്നെയായിരുന്നാലും, കർത്താവേ നിന്നെ സ്നേഹിച്ചോളാം, നിന്നെ സേവിച്ചോളാം. പിന്നെ ചിലപ്പോൾ ഡെലിവറൻസ് ഇൻ സിക്നെസ്സിൽ കൂടെ ചിലതൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും ഡെലിവറൻസ് ഫ്രം സിക്നെസ് വരുന്നത്. അതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ദൈവം അങ്ങ് ചെയ്തോളും. എങ്ങനെയാണെങ്കിലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. അപ്പോൾ പാപം നമ്മളെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല, രോഗവും നമ്മളെ പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 84-ാം വാക്യമല്ലേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? യേശുവിന്റെ മരണം മരണത്തിന്റെ മരണമായിരുന്നു. കാൽവരി ക്രൂശിൽ മരണം മരിച്ചു, മരണഭീതി നീക്കി തന്നു. അതുകൊണ്ട് മരണത്തിന്റെ മേൽ നമുക്ക് വിജയം. കാൽവരി യാഗപീഠത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ പാപത്തിന്മേൽ ജയം, രോഗത്തിന്മേൽ ജയം, മരണത്തിന്റെ മേൽ ജയം. ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് മരണമായിരുന്നു. ആദ്യം ഒരു കുഞ്ഞ് നേരത്തെ മരിച്ചു. അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഭാര്യ 28.5 വർഷക്കാലം കുട്ടികളെ നോക്കി ക്ഷീണിച്ച് രോഗിയായി മരിച്ചു.
നമ്മൾ ഇന്നിവിടെ ഒരു പാട്ട് പാടിയല്ലോ, അഴലേറും ജീവിതമരുവിൽ എന്താ തളരുകയോ നീ. ഈ സഹജ ആരാ? പാട്ടെഴുതിയ ആളിൻ്റെ ഭാര്യയുടെ പേരാ. വേറെ പേരുണ്ട്, പക്ഷേ ഇദ്ദേഹം ഭാര്യയെ വിളിക്കുന്ന സഹജയെന്ന. അയ്യോ, അപ്പം നമ്മൾ അതായി പാടിയത്. പുള്ളി ഭാര്യയെ വിളിക്കും പാസ്റ്റർ ജോൺ തോമസ് ഇല്ലേ അദ്ദേഹത്തെ. അപ്പോൾ രൂക്ഷമായ അനുഭവത്തിലൂടെ ആ കുടുംബം കടന്നുപോയപ്പോൾ ഭാര്യയുടെ ആ ക്ഷീണം കണ്ടിട്ട് ചോദിക്കുകയാണ്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും നമ്മളെ പരാജയപ്പെടുത്താൻ പോകുന്നില്ല, രോഗം നമ്മളെ പരാജയപ്പെടുത്താൻ പോകുന്നില്ല, മരണം. അപ്പോൾ ഭാര്യ മരണത്തെ ഇങ്ങനെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഇതാ എൻ്റെ ഫാദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വേറൊരു ആശുപത്രിയിൽ. പിള്ളേരെ രണ്ടുപേരെ വാർഡിൽ ഞാൻ അല്ലാതെ തന്നെ ഇട്ടു, കാരണം അവരെ നോക്കണ്ടേ, ഭാര്യയെ നോക്കണം. അങ്ങനായി അപ്പച്ചൻ്റെ ഹൃദ്രോഗത്തിനൊരു ശാന്തത വന്നു, ഓർമ്മയാണ് പോയി. ഓർമ്മ പോയ കാരണത്താൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. പക്ഷേ കട്ടിലെന്ന് ഒരിക്കൽ എഴുന്നേറ്റ് വെച്ച് കിടക്കാൻ തുടങ്ങി, ഉരുണ്ടടിച്ച് താഴെ വീണ് വലത്ത് കാലിൻ്റെ എല്ലാം മുടിയും. ഇപ്പോൾ പിന്നെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ട്രാക്ഷനൊക്കെ ഇട്ട് അമ്മച്ചി നോക്കുമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യയുടെ അടക്കത്തിൻ്റെ സമയത്ത് ഞങ്ങൾ പെൺപിള്ളേരെയും കൂടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ എന്താ, അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്ന അമ്മച്ചിയുടെ തലച്ചോറിനകത്ത് രക്തമാണ്. അമ്മച്ചി പെട്ടെന്ന് മരിച്ചു. അപ്പം താമസിയാതെ അമ്മച്ചിയുടെ ശവം. പിന്നെ 79 days കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ശവം. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകൻ റോണിയുടെ ശവമടക്കം. 21 ദിവസവും വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു, കണ്ണത്തെ മല്ലിട്ടുകൊണ്ട് കിടക്കും. പിന്നെ ജോണിയുടെ ശവമടക്കം. അപ്പോൾ ഇങ്ങനെ 5 പ്രിയപ്പെട്ടവരുടെ മരണം അത് വേദന ഉളവാക്കുന്നതാണ്. കാരണം പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട് വേദനയുണ്ട്. എന്നാൽ ആ വേദനയെ അതിജീവിക്കുന്ന പ്രത്യാശയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തളരാത്തത്. കാരണം എന്താണ്? യേശുവിൻ്റെ മരണം മരണത്തിൻ്റെ മരണമായതിനാൽ, മരണത്തെ അവിടെ ക്രൂശിച്ചതിനാൽ, അല്ലെ മരണത്തിൻ്റെ വിഷമുള്ള കർത്താവ് അങ്ങ് ഏറ്റതിനാൽ ഇനിയും മരണം നമ്മളെ പരാജയപ്പെടുത്താൻ പോകുന്നില്ല. അവർ താമസ സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ. സെക്യൂരിറ്റി ബിയോണ്ട് ദ ഗ്രേവ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇന്നും മരണത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ആളുകൾക്ക് ഭയങ്കര പേടിയാ. കാരണം അവരെന്താ വിചാരിക്കുന്നതെന്നറിയാമോ? ഈ 100 വർഷമോ മറ്റോ അല്ലെ 80 വർഷമോ വല്ലോ ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് നിത്യതയെന്നങ്ങ് അറിയാതങ്ങ് വ്യാഖ്യാനിച്ചു. They interpreted time as eternity. എന്തൊരു മണ്ടത്തരമാണ്. എറ്റേണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന 100 അതാണ്. പിന്നെ എന്താണ് നിലനിൽക്കുന്ന ആത്മാവെന്ന് പറയുന്നത്? ബോഡി. എത്ര നാളാണ് നിലനിൽക്കുന്നത്? 100 വർഷം അല്ലെങ്കിൽ 120 വർഷം, അത് താഴെയുള്ളൂ. They interpreted body as the spirit and time as eternity. മനുഷ്യൻ ഈ ബോഡി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലല്ലേ ടി വിയിലൊക്കെ നമ്മൾ പരസ്യം കാണുന്നത്? ഹലോ, ശരിയല്ലേ? മാൻ ഹാസ് ഗോട്ട് ഓൺലി എ ബോഡി. ആ ബോഡിയുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കണം. ആ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടുതലുണ്ടെന്നൊക്കെ ആ പരസ്യക്കാർ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്യുന്നു. ബട്ട് മാൻ ഈസ് നോട്ട് ബോഡി ഉണ്ട്. മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ഫിസിക്കൽ ബോഡി. അല്ലയോ? എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ഫിസിക്കൽ ബോഡി. അവർ പറയുന്നത് എന്തുവാ? ബോഡി മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് സ്പിരിച്വൽ ബീയിങ് ആയതുകൊണ്ട് എൻ്റെ മകനിങ്ങനെ മരണത്തെ മല്ലടിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ ഹാർട്ട് മോണിറ്ററിൽ ഇങ്ങനെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തപ്പോൾ കാണാം, ഇങ്ങനെ ആദ്യം ഇച്ചിരി റേറ്റ് കൂടുമല്ലോ, പിന്നെ കുറയുന്നത്. ആ പിള്ളേർക്കാണെ മരിച്ച ശരീരത്തെ പോലും നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവരെ ദൈവം ഉയർപ്പിക്കുമെന്നുള്ള വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏതായാലും ജീവൻ പോയിട്ടില്ലല്ലോ, പ്രാർത്ഥന നിർത്തണ്ട,
ലാസറിനെ ഉയർപ്പിച്ച ഭാഗം അങ്ങ് വായിച്ചു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം എടുത്ത് അത് വായിക്കും. എന്നിട്ട് ഹാർട്ട് മോണിറ്ററിലോട്ട് നോക്കും, ഹാർട്ട് ബീറ്റ് താഴോട്ട് വരികയാണോ നിൽക്കുകയാണോ എന്നൊക്കെ വേഗത്തിൽ വായിച്ചു. 43-ാമത്തെ വാക്യം അതെന്താണ്? യേശു കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് എന്തോ പറഞ്ഞു? ലാസറേ പുറത്തു വരിക. ഇപ്പോഴായിരിക്കും റോണിയെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെയും ഹാർട്ട് ബീറ്റ് താഴോട്ട് പോവുക. ഉടനെ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അങ്ങോട്ട് മറിച്ചിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം എടുത്തു. കൂടാരമായ ഈ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യൊരു മധ്യമായൊരു പാർപ്പിട സ്വർഗത്തിലുണ്ട്. 8-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. മകന്റെ രോഗക്കിടക്കയിൽ വെച്ച് അത് വായിക്കുവാനും അത് പല പ്രാവശ്യം ആവർത്തിക്കുവാനും അവന്റെ പേര് പറഞ്ഞത് ഞാനങ്ങ് വായിച്ചു. അതുകൊണ്ട് റോണി എന്ന ഞാൻ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടെ ആയിരിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് ഞാനങ്ങ് വായിച്ചു. The process of being with Christ was taking place at that time. ശരീരം വിട്ട് കർത്താവിനോടെ ആയിരിക്കുന്ന ആ പ്രക്രിയ അവിടെ നടക്കുകയായിരുന്നു. ഹാർട്ട് ബീറ്റ് 0 ആയി. നെഞ്ചത്തെ സ്റ്റെതസ്കോപ്പ് വെച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു ഇപ്പം മരിച്ചെന്ന്. എന്താണ്? നിരാശയുടെ പടുപിടിയിൽ കിടക്കാനുള്ളവരല്ല നമ്മൾ. കാരണം മരണത്തിന് പോലും നമ്മളെ പരാജയപ്പെടുത്തുന്നില്ല. മരണം മരിച്ചിരിക്കുന്നു. മരണമേ നിന്റെ ജയം എവിടെ? മരണം മരിച്ചിരിക്കുന്നു. കാൽവരി യാഗപീഠത്തിലേക്ക് വരുമ്പോൾ പാപം നമ്മളെ പരാജയപ്പെടുത്തണ്ട, രോഗം നമ്മളെ പരാജയപ്പെടുത്തണ്ട, മരണം നമ്മളെ പരാജയപ്പെടുത്തണ്ട. അതുപോലെ ഗലാത്യർ 6:14 പറഞ്ഞിരിക്കുന്നതുണ്ടല്ലോ, ഭയങ്കര ശത്രുവാ ലോകം. ലോകത്തിലെ ആകർഷണങ്ങളെല്ലാം കൂടെ നമ്മുടെ മേൽ ഇങ്ങനെ പ്രലോഭനങ്ങളുമായിട്ട് വരികയാണ്. എടാ അത് വേണമെന്ന് പറയടാ, ഇത് വേണമെന്ന് പറയടാ, നിനക്ക് വേണ്ട, എന്നാലും മറ്റവനുണ്ടല്ലോ അതുകൊണ്ട് നീയും വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ലോകം നമ്മുടെ പുറകെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തോ പറയും? ഞാൻ കാൽവരി യാഗപീഠത്തിന്റെ അടുത്ത് വന്ന് ആ ലോകത്തെ ക്രൂശിച്ച കാൽവരി യാഗം അല്ലേ? ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ന് വെച്ചാൽ ലോകത്തിലെ ആകർഷണങ്ങൾക്ക് ഇങ്ങോട്ടുള്ള താല്പര്യവും ഈ എനിക്ക് ലോകത്തിലെ ആകർഷണങ്ങളോട് അങ്ങോട്ടുള്ള താല്പര്യവും രണ്ടും കൂടെ ഒന്നിച്ച് ക്രൂശിച്ചു. അതുകൊണ്ട് ഡബിൾ ക്രൂസിഫിക്ഷൻ അല്ലേ ലോകത്തിന്റെ. അത് വേണം. അതുപോലെ ഭയങ്കരമായി ലോകം ഇല്ലയോ? നമുക്ക് അറിയത്തില്ലയോ? വീടിന്റെ കാര്യത്തിലും കാറിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും പിള്ളേരുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലെല്ലാം അത് എനിക്ക് അതോടെ വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ടായില്ല, സാരമില്ല, വേണമെന്ന് പറയാം, കടം വാങ്ങിയേ, കടം വാങ്ങി. എന്തോ ഒരു പരാജയപ്പെടുത്താനാണ് ലോകം ശ്രമിക്കുന്നത്. അപ്പോൾ ലോകം നമ്മളെ പരാജയപ്പെടുത്താൻ വെച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല സംതൃപ്തമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നു. കാരണം എന്താ? ലിസ്റ്റിലെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി ഇട്ടിരിക്കുക. എന്നിട്ടങ്ങ് പ്രാർത്ഥനാ വിഷയമായിട്ട് പറയാം, കർത്താവേ ഇത് തരണമേ, ഇത് തരണമേ, ഞങ്ങൾ എല്ലാം കൂടി ഇപ്പോൾ സാധിച്ചു കിട്ടുന്നു. ഇനി സാധിച്ചു കിട്ടിയാൽ തന്നെ സംതൃപ്തി ഉണ്ടോ? പിന്നെ വേണം എന്നുള്ള ആർത്തിയില്ലയോ? അല്ലാതെ സംതൃപ്തി കിട്ടുന്നില്ല. ബട്ട് വാട്ട് ക്രൈസ്റ്റ് മെയ്ഡ് പോസിബിൾ ഫോർ us to be, Christ made it possible for us to have a fulfilled life in spite of many unfulfilled desires. എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ വളരെ ആക്റ്റീവായിരുന്നു. പഠിക്കുന്ന കാലം മുതലേ പാട്ട് പാടാനും കൊയർ ലീഡ് ചെയ്യാനും പാട്ട് പഠിപ്പിക്കാനും ബൈബിൾ സ്റ്റഡി നടത്താനും ക്യാമ്പ് നടത്താനും കോൺഫറൻസ് നടത്താനും പ്രസംഗിക്കാനും എല്ലാം കോളേജിലെ അധ്യാപിക എന്ന ജോലിയോടുകൂടെ എല്ലാം ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ ജയിലിൽ കിടക്കുന്നു പോലെ തോന്നുന്നു. ഒന്നുകിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കണം. ഓക്സിജൻ കൊടുക്കണം, സക്ഷൻ കൊടുക്കണം, കൊച്ചു പിള്ളേരുടെ മൂക്ക് കൂടെ ട്യൂബ് ഇട്ട് പാല് കൊടുക്കണം, രാത്രിയും പകലും അലേർട്ടായിട്ടിരിക്കണം. മരണത്തെ മല്ലിട്ടുകൊണ്ടുള്ള 28.5 വർഷത്തെ ജീവിതം. അപ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ച ഒരു പെൺകുട്ടിയല്ല, വലിയ കുട്ടിയാണ്. അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് കൂടെ ഞങ്ങളുടെ വീട്ടിലെ കൂട്ടുകാരിയെ കാണാൻ വന്നു എൻ്റെ ഭാര്യ. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. അടുത്ത കൂട്ടുകാരികളായതുകൊണ്ടായിരിക്കും ആ വന്ന ലേഡി എൻ്റെ ഭാര്യയോട് ചോദിക്കുക, എടീ ലിസി
നീ എന്തെല്ലാം കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തവരോ, നമ്മളൊക്കെ ഒന്നിച്ച് ഒത്തിരി പാട്ട് പാടാനും ചെയ്യാനൊക്കെ പോയിട്ടില്ലേ? ഇപ്പം നിനക്കതൊന്നും ചെയ്യാൻ വയ്യാമല്ലോ. നീ ജയിലിൽ കിടക്കുന്ന പോലെ, അതും മരണത്തെ മലിനിട്ടുകൊണ്ട് ഇങ്ങനെ നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടുള്ള ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നീ എന്ത് പറയുന്നു? ഞാനും വിചാരിച്ചൊന്ന് കേട്ട് കളയാൻ. നമ്മുടെ ഭാര്യ എന്തായിരിക്കും മറുപടി പറയുന്നത്? പുഞ്ചിരിയോടുകൂടെ എൻ്റെ ഭാര്യ പറയുമ്പോ, ഓ, ദിസ് ഈസ് മൈ കോളിംഗ് ഫ്രം ഗോഡ്. This calling of mine is in no way inferior to the calling of people who travel around and do so many things. അപ്പോൾ അവർക്കും അത് ദൈവത്തിന്റെ കോളിംഗ് ഓടി നടക്കുന്നവർക്ക്. എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവനിയോഗം അവർക്ക് കൊടുത്തിരിക്കുന്ന കോളിംഗ് ദൈവനിയോഗത്തെക്കാൾ ഒട്ടും കുറവുള്ളതല്ല. So she was able to live a fulfilled life in spite of many unfulfilled desires. Able to live a fulfilled life. ഒരു സംതൃപ്തമായ ജീവിതം ജീവിക്കാൻ കഴിയും വിശ്വാസിക്ക്. കാരണം എന്താണ്? ലോകത്തെ കുറിച്ചിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു റിച്ച് ഫാമിലിയാണ്. അദ്ദേഹം നല്ല ക്വാളിഫൈഡ് ഒരാളാണ്, ഡോക്ടറൊക്കെയാണ്. ഭാര്യ നിലവിൽ ക്വാളിഫൈഡാ വേറെ ഒരു ഫീൽഡിൽ. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ട്, കല്യാണം കഴിഞ്ഞാൽ നീ വീട്ടിൽ കാണണം, ജോലിക്കൊന്നും പോകരുത്. പോകേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, എനിക്ക് വരുമാനമുണ്ട്. പക്ഷേ എൻ്റെ അമ്മ തളർന്ന് കട്ടിലേക്ക് കിടക്കുക, എൻ്റെ അമ്മയെ എൻ്റെ ഭാര്യയാണ് നോക്കേണ്ടത്. നോക്കാം, വേലക്കാരുണ്ട്, പക്ഷെ എൻ്റെ മുൻ കൊന്നതല്ലേ എടുക്കണം. സമ്മതിച്ചു. എന്തോ ഒരു കുറവില്ലാത്ത വീട്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ചോദിക്കുക, അയ്യോ എൻ്റെ ദൈവമേ, ഈ തളർന്ന് കിടക്കുന്ന തള്ളയെ നോക്കുമെന്ന് കാണോ എൻ്റെ വിധി. നിരാശയുടെ വാക്കുകൾ. അത് ഞാൻ പറഞ്ഞ, സഹോദരി, എന്തിൻ്റെ കുറവാണ് നിങ്ങൾക്കുള്ളത്? അതൊരു കോളിംഗ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ടേക്ക് ഇറ്റ് ആസ് എ കോളിംഗ് ഫ്രം ഗോഡ്. ദൈവം നിയോഗിച്ചാക്കിയിരിക്കുകയാണ്. Then you will be able to live a fulfilled life. പിന്നെ കേൾക്കുന്നവരാരെങ്കിലും അങ്ങനെ പരാതി പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു സംതൃപ്തമായ ജീവിതം ജീവിക്കാനുള്ള വാക്ക കർത്താവിൽ കണ്ടെത്തണം. കർത്താവ് കണ്ടെത്താൻ കഴിയുന്നു. To live a fulfilled life in spite of many unfulfilled desires. കാരണം that's what Christ made it possible for us to be. സംതൃപ്തമായ ഒരു ജീവിതം ജീവിക്കാൻ. ജോണിയുടെ കാലിൽ 2 പ്രാവശ്യം മുറിച്ചു. 2 പ്രാവശ്യം മുറിച്ചപ്പോഴും പുള്ളി പറയുന്നത്, അയ്യോ 19 വയസ്സ് ഞാൻ എത്തത്തില്ലെന്നില്ലയോ വൈദ്യശാസ്ത്രം പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് 27 വയസ്സായി. എൻ്റെ കാലിൻ്റെ ഒരു ഭാഗം മാത്രമേ മുറിച്ച് കുഴിച്ചിട്ടുള്ളല്ലോ, എൻ്റെ ശരീരം എപ്പോഴും ഉണ്ടല്ലോ, സാരമില്ലെന്ന്. എന്നിട്ട് പറയുക, ഈ ശരീരം ഏത് സമയത്തും മരിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതിൻ്റെ ലക്ഷണവും അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനത്തെ ഒരു ശരീരത്തിൽ ഇപ്പോൾ 2 കാല് വേണോ? ചിലപ്പോൾ 1 കാല് മതിയായിരിക്കും. ചിലപ്പോൾ ഈ ശരീരത്തിന് 2 കാലെന്നുള്ളത് ഒരു ആഡംബര വസ്തുവായിരിക്കും. നമുക്കൊക്കെ 2 കാല് അത്യാവശ്യം. പുള്ളി പറയുക ഇതൊരു ആഡംബരമായിരിക്കും. എന്നിട്ട് ഒരു കടലാസെടുത്ത് ഹോം നേഴ്സിൻ്റെ സഹായത്തോടുകൂടി അവിടെ എഴുതി വെച്ചു, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി നോക്കിയാൽ എനിക്കില്ല എന്ന് വിചാരിക്കുന്ന ആഡംബരങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇംഗ്ലീഷിൽ എഴുതിയത്, ദ മോർ ഐ കൗണ്ട് the blessings I have, the less I think of the luxuries I do not have. അത് ആ നേഴ്സ് അവൻ്റെ ബെഡ്ഷീറ്റിലോട്ട് പിൻ ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാം ജോണിയുടെ കട്ടിലേ നോക്കിക്കിട്ടും. The more I count the blessings I have, the less I think of the luxuries I do not have. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഇടയ്ക്ക് വന്നേച്ച് പോകുന്ന ഒരു ഡോക്ടർ, എന്നും വരുന്നതല്ല. പുള്ളി പറഞ്ഞു, ഞാൻ അവിടെ വരുമ്പോഴെല്ലാം ഈ വായിക്കും. എന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് എന്നോട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ദൈവം എനിക്ക് തന്നു അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ്. എൻട്രൻസ് പരീക്ഷയ്ക്ക് നല്ല റാങ്ക് കിട്ടിയതും, MBBS നല്ല റാങ്കിൽ പാസ്സായതും, ആ വർഷം തന്നെ MDക്ക് കിട്ടിയതും, അതും പാസ്സായതും, ഇങ്ങനെ ഓരോന്നും നല്ല ഒരു ഡോക്ടറുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയതും എല്ലാം ബ്ലെസ്സിങ്സാണ്.
എന്നിട്ട് ഡോക്ടർ പറയുക, എന്താ കഴിഞ്ഞ 2.5 മാസമായിട്ട് ഞാൻ ഇച്ചിരി നിരാശയിലാണ്. എന്താ, അമേരിക്കയിൽ പോകാൻ എനിക്ക് ജോലിയൊക്കെ കിട്ടി, പക്ഷെ മദ്രാസ് കോൺസുലേറ്റിൽ ചെന്നപ്പോൾ എൻ്റെ മാത്രം വിസ റിജക്റ്റ് ചെയ്തു. അന്നേരം മുതൽ ഞാനിങ്ങനെ വിഷമിച്ചു, എനിക്ക് വിസ കിട്ടിയില്ലല്ലോ, അമേരിക്ക പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ജോണി അറകട്ടിലേൽ എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി നോക്കിയാൽ എനിക്ക് അമേരിക്കൻ വിസ കിട്ടിയില്ല എന്നുള്ളത് തന്നെ ഭാരപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ എന്നെ അമേരിക്കയെ വിടട്ടെ. ദൈവം എനിക്ക് വിടുതൽ നൽകിയിരിക്കുന്നു. It's possible to live a fulfilled life in spite of many unfulfilled desires, because Christ made it possible for you and me. അപ്പോൾ ലോകത്തെ ക്രൂശിച്ചിരിക്കുന്നു. ലോകം നമ്മളെ പരാജയപ്പെടുത്താൻ, ലോകത്തിലെ ആകർഷണങ്ങളും അവർക്കുണ്ട് ഇവർക്ക് എനിക്കില്ല എന്ന് പറയുന്നതൊന്നും നമ്മളെ പരാജയപ്പെടുത്താൻ വെച്ചിട്ട് കാര്യമില്ല. സംതൃപ്തമായ ജീവിതം ജീവിക്കാം. പിന്നെ വല്ലാത്തൊരു ശത്രു ഉണ്ട്. ഗലാത്യർ 2:20 പറഞ്ഞിട്ടുണ്ട് ആ ശത്രുവിനെ കുറിച്ച്. എന്തുവാണ്? നമ്മുടെ ഈഗോ, നമ്മുടെ സ്വയം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വയം നമ്മളെ പരാജയപ്പെടുത്താൻ അനുവദിച്ചിട്ട് കാര്യമില്ല. സ്വയസംബന്ധമായി മരിച്ചവരെന്ന് നമുക്ക് കരുതാം. കാരണം സ്വയം വന്ന് നമ്മളോട് അത് വേണം ഇത് വേണമെന്നൊക്കെ അടിച്ചു വിടുന്ന ഉടനെ കുറേ നേരം പറഞ്ഞത് ഞാൻ ചത്തതാടാ, ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടതാ, അവൻ്റെ മരണത്തിൻ്റെ അവിടെ അനുരൂപമായവനാ, ഞാൻ കല്ലറയിൽ കിടക്കുന്നവനാ, എന്നോട് ഒന്നും പറഞ്ഞാൽ ഒരു ഗുണമില്ല എന്ന് കുറേ നേരം പറയുമ്പോൾ സ്വയം അങ്ങ് തീർത്തി അങ്ങ് അടങ്ങും. സ്വയത്തിൻ്റെ വിജയം. പിന്നെ പ്രായം 2:15 സാത്താൻ്റെ തല തകർത്ത കാര്യമില്ലേ? ഭരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു. സാത്താൻ ഉണ്ട്, സാത്താൻ പ്രവർത്തിക്കുന്നു, പക്ഷേ ഭരിക്കുന്നത് ദൈവമാണ്. ദൈവം ഭരിക്കുന്ന ലോകത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നു, പക്ഷേ സാത്താൻ പരാജിതനാണ്. പരാജിതനായതുകൊണ്ട് സാത്താനെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സാത്താനെ അനുസരിക്കുകയാണെങ്കിൽ സാത്താൻ ഇങ്ങനെ കയറി വരും. ഇപ്പം ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നതേ കുറേ കള്ളവും വ്യാജവും ഒക്കെ പറഞ്ഞ് ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞ് അവർ 3-4 പേര് രസിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളും കൂടെ രസിക്കാൻ വേണ്ടി ആ വ്യാജം പറയുമ്പോൾ നമ്മൾ ആരെ അനുസരിക്കുന്നത്? സാത്താനെ. അപ്പോൾ സാത്താൻ കയറി വരും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. പിന്നെ യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ ഫൽസിക്കാനുള്ള പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം അവകാശം പറഞ്ഞ് സകല സാത്താന്യ ശക്തികളെയും ഫൽസിക്കാനുള്ളതായ പദവി നമുക്ക് തന്നിരിക്കുന്നു. Satan need not defeat you. അപ്പോൾ ഈ ശത്രുക്കളെല്ലാം ക്രൂശിച്ചിട്ട് ഒരു പ്രധാനമായ ഒരു ക്രൂശീകരണം ആ കാൽവറി യാഗപ്പെടുത്തെ നടന്നു. കൊലോസ്യർ 2:14-15. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിപരീതമായ കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. അതെന്താണ്? ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ കർത്താവ് നിവർത്തിക്കാനാ വന്നത്, നീക്കാനല്ല വന്നത്. ഇല്ലയോ? ഇപ്പൊ ന്യായപ്രമാണത്തെ ക്രൂശിക്കാന്ന് പറഞ്ഞാൽ അതിനെ തകർക്കുക എന്നാണോ? അല്ല, നിവർത്തിക്കുക എന്നാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെടിയുടെ വിത്ത്, ഒരു സീഡ്, അത് കുഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു പുതിയ ചെടി വരും. അപ്പോൾ ആ സീഡിനെ കൊണ്ടുള്ളത് നിവർത്തിക്കുന്നു. എന്നാൽ ആ സീഡിനെ അങ്ങ് ഇടിച്ചു പൊടിച്ചു കളഞ്ഞാലോ തകർത്തു അല്ലേ? ഹലോ, ആർ യു വിത്ത് മീ? അപ്പോൾ ന്യായപ്രമാണം എന്ന സീഡ് നിവർത്തിച്ചത് എങ്ങനെയാണ്? അതിനെ പ്ലാന്റ് ചെയ്തു. അപ്പോൾ എന്തോ കിട്ടി? ദൈവകൃപയുടെ സുവിശേഷം എന്ന ചെടി കിട്ടി. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമാലേഖനം 6-13 വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ഇനി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, കൃപയ്ക്ക് അത്ര അധീനരാകുന്നു. ദൈവകൃപ അനുഭവിക്കാൻ നമുക്ക് ഇടയാക്കി തീർത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണത്തെ അവിടെ ക്രൂശിച്ചത് കൊണ്ട്. ദൈവകൃപയുടെ ഓഹരിക്കാരായി. കുരുത്തുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന മക്കതോന്യയിലുള്ള വിശ്വാസികൾ അനുഭവിച്ച ദൈവകൃപ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവർ കഠിന കഷ്ടതയിലായിരുന്നു, മാത്രമല്ല അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നു. ഗ്രേറ്റ് അഫ്ലിക്ഷൻസ് ആൻഡ് ഡീപ് പോവർട്ടി.
ഗ്രേറ്റ് അഫ്ലിക്ഷനും ഡീപ് പോവർട്ടിയും കൂടെ ചേർന്നാൽ എന്തോ കിട്ടുന്നത്? കട്ടതയും താഴ്ത്തിയും അല്ലാതെന്തോ. പക്ഷെ തുടർന്ന് വായിച്ചാൽ എന്തോ ആകുന്നത്? ആ ഗ്രേറ്റ് അഫ്ലിക്ഷൻ പ്ലസ് ഡീപ് പോവർട്ടി പ്ലസ് ഗോഡ്സ് ഗ്രേസ് ഈക്വൽസ് abundant joy and rich generosity. കഠിന കഷ്ടതയെയും മഹാദാരിദ്ര്യത്തെയും സന്തോഷ സമൃദ്ധിയായും ധാരാളം ഔദാര്യമായും മാറ്റി തീർക്കുവാൻ മതിയായ ദൈവകൃപയുടെ ഓഹരിക്കാരാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. Praise the Lord. Hallelujah. ചിലരാണ്ട് നെറ്റി ചൊളുക്കുന്നു. ഇവിടെ അല്ല, ഇയാളെന്തായി പറയുന്നത്? കഠിന കഷ്ടത, മഹാദാരിദ്ര്യം, അതിൻ്റെ കൂടെ ദൈവകൃപയും കൂടി കൂട്ടിച്ചെത്തിട്ട് എന്തായി തീർന്നെന്ന സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യമുള്ളവരാക്കി തീർന്നു. അപ്പൊ ദൈവകൃപ എന്ന ആ ചേരുവ വരുത്തിയ വ്യത്യാസം ഒന്നും കണ്ടില്ലേ? അതിനിടയാക്കി തീർന്നത് എന്താണ്? കാൽവരിയാഗപീഠം. കാൽവരിയാഗപീഠം. കാൽവരിയാഗപീഠത്തിലെ കാൽവരിയിലെ രക്തം ചിന്തിയ കാരണത്താൽ നമുക്ക് എന്ത് ലഭിച്ചു? The pouring out of his blood made it possible for the pouring out of the Spirit. രക്തത്തോടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചു. നമ്മൾ അനാഥരല്ല, വെറും സ്വന്തം ശക്തിയിൽ കിടന്ന് ജീവിക്കേണ്ടിയവരല്ല, പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന ശക്തി. ചിലർക്കത് അറിയത്തില്ല. ഒരു കഥ കേട്ടു. ഒരു സ്ഥലത്ത് ഒരു മിഷണറി കാറയിലാണ് ശുശ്രൂഷ ചെയ്തത്. പക്ഷെ ഗ്രാമപ്രദേശത്തെ കാറെ വേല ചെയ്യാൻ പോയി. അവിടെ പെട്രോൾ പമ്പും ഇല്ല, വർക്ക്ഷോപ്പും ഇല്ല. ആദ്യം നേരിട്ടത് കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് പോയി. കാറ്റടിക്കാൻ നിവൃത്തിയില്ല. ഗ്രാമീണത് നമുക്ക് വൈക്കോല അതിനകത്ത് തള്ളിക്കേറ്റാ. അങ്ങനെ 4 ടയറും കാറ്റ് പോയപ്പോൾ വൈക്കോലില്ലേ, എഞ്ചിനും കേടായി. അവർ നല്ല മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് 2 കാളകളെ ഇവിടെയും 4 കാളകളെ വലിച്ചുകൊണ്ട് ഈ കാറ് പോവുകയാണ്. അങ്ങനെ കാളകളെ വലിച്ചുകൊണ്ട് പോയി കാറ് പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. പിന്നെ അത് നന്നാക്കി പെട്രോൾ ഒഴിച്ച് ഓടിച്ചപ്പോഴാണ് എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് ഇത്രയും നാൾ. അതുപോലെ ആയിപ്പോയി സഭ. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷേ പോകുന്നത് കാളന്മാരെ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പോക്കാണ്. അവിടെയാണ് കരിസ്മാറ്റിക് റിന്യൂവലും അല്ലാത്ത റിന്യൂവലും എല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിലേക്ക് തിരിച്ചു വന്നു. ലിവ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. And not only to live in the power of the Holy Spirit, in order to have, you must have the fullness of the Holy Spirit. ആത്മനിറം ഉണ്ടാകണമെന്ന്. ആത്മനിറോ എന്ന് പറഞ്ഞാൽ എന്തോ ആദ്യം ജീവിക്കും. ആത്മനിറവിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ശുശ്രൂഷിക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ബോംബെ താമസിച്ച ആളാണ്. ബോംബെ മാത്രമല്ല, ഇപ്പോൾ പല പട്ടണത്തിലും ഉണ്ട്. ജോലി കിട്ടും, പക്ഷേ താമസിക്കാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കിടക്കയെല്ലാം കൂടെ വല്ല സ്റ്റെയർ കേസിൻ്റെ കീഴിലോ എല്ലാം കൊണ്ടുവച്ചിട്ട് അവർ ജോലിക്ക് പോകും. കിടക്കുന്നത് ഇവിടെ റോഡ് സൈഡ്. ബോംബെ ഉള്ളവർ കണ്ടിട്ടുണ്ട്, റോഡിൽ ഇങ്ങനെ ആഗ്രഹം. അങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരാളിനോട് ഒരു സഹൃദയനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു, എനിക്ക് പുരയിടവും മാളികയൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഒരുത്തനത് തരാം, നിന്നെ വിളിച്ചതെന്നും പറഞ്ഞു റോഡിൽ കിടന്ന് ഒരുത്തനോട് പറയുവാ, നീ എൻ്റെ കൂടെ വാ, രജിസ്ട്രാർ വെച്ചേരി വാ. ആധാരം എഴുതിയും കൊടുത്തൊരു വലിയ മാളികയുടെയും പ്രോപ്പർട്ടിയുടെയും. അയാൾ ആധാരമൊക്കെ വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചോണ്ട് അന്ന് വൈകിട്ട് ഉറങ്ങാൻ വന്നത് ഇവിടെ റോഡ് സൈഡിൽ. അപ്പോൾ ആരോട് ചോദിച്ചു, എന്താ പോക്കറ്റ് നീണ്ടിരിക്കുന്നത്? അതാണ്ട് ആ മാളികയുടെയും പ്രോപ്പർട്ടിയുടെയും ആധാരമോ. എന്നിട്ട് താനിവിടെ അത് അവിടെ കണ്ടിയത്. ഗേറ്റിൻ്റെയും വീടിൻ്റെയും താക്കോലും കിട്ടി, എല്ലാം പൊക്കിയെടുത്ത്. ഗേറ്റ് തുറന്നപ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നു. റോഡിൽ കിടന്ന് പരിചയിച്ച മനുഷ്യനായതുകൊണ്ട് എന്ത് ചെയ്തു, ആ മരത്തിൻ്റെ കീഴിലോട്ട് കിടക്ക വിരിച്ച് അവിടെ ഉറങ്ങി. നേരം എടുത്ത് വരണ്ടി ചോദിച്ചു,
എടോ ഇയാൾ ഇത്രയും വീടുണ്ടായിട്ട് മരത്തിൻ്റെ ചുവട്ടിലാണ്. അയ്യോ, പബ്ലിക് റോഡിൽ കിടക്കുന്നതിനേക്കാൾ എത്രയോ നല്ല അനുഭവമായി മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത്. അത് സ്വന്തം മരത്തിൻ്റെ കേസ്. എന്നാലും അവിടാണോ കിടക്കേണ്ടത്? വീട്ടിലില്ലേ? വരാന്ത നോക്കിയപ്പോൾ നല്ലൊരു വരാന്തയാണ്, അതേലും ഉണ്ട്, കോച്ചുമൊക്കെ ഉണ്ട്. അന്ന് വീടിൻ്റെ വെളിയിലത്തെ വരാന്തയെ കിടന്നു തുടങ്ങി. ആരെങ്കിലും ചോദിച്ചിട്ട് ഇത്രയും മുറികളുള്ള ഈ മാളിലുള്ള ആൾ വെളിയിലാണോ കിടന്ന? ഇപ്പം താക്കോൽ റൂം നമ്പർ 1 തുറന്നു. അയ്യോ, ആയുസ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ സജ്ജീകരണമുള്ള മുറിയാണ് റൂം നമ്പർ 1. അതിനകത്ത് അന്ന് വിശ്രമിച്ചു. എന്നാ താക്കോലിട്ട് അടുത്ത ദിവസം റൂം നമ്പർ 2 ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ റൂം നമ്പർ 1-നെക്കാട്ടിലും മെച്ചപ്പെട്ട മുറി. എന്നാൽ റൂം നമ്പർ 3 ഒന്ന് തുറക്കാം. റൂം നമ്പർ 1-നെക്കാട്ടിലും റൂം നമ്പർ 2-നെക്കാട്ടിലും ഏറ്റവും മെച്ചപ്പെട്ട മുറി നമ്പർ 3. അങ്ങനെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട അനേകം മുറികളുള്ള മാളികയുടെ മുറികളെ അനുഭവിക്കുന്നതാണ് ആത്മനിറവിന്റെ അനുഭവം. എങ്ങാണ്ടൊക്കെ പോയി ഏതാണ്ടൊക്കെ ചെയ്തിട്ട് ഒരു യോഗത്തിന് പോയത് കൊണ്ട് മാത്രം ആയില്ല. ഇന്ന് ആത്മനിറവിന്റെ അനുഭവത്തിൽ ജീവിക്കണം. ആത്മനിറവിന് തടസ്സമായിട്ട് അനേക കാര്യങ്ങളുണ്ട്. കാൽവരി യാഗത്തിലൂടെ the pouring out of his blood made it possible for the pouring out of the Spirit, and the Spirit was given on the day of Pentecost, and we need to live by the Spirit, and we need to be filled with the Holy Spirit. That Holy Spirit എന്ന് വെച്ചാൽ ഒത്തിരി ഹോളി സ്പിരിറ്റിനെ കിട്ടിയാലും വണ്ണമുള്ള ആൾക്ക് ഒത്തിരി കിട്ടുമല്ലേ? അങ്ങനല്ല. It is not how much of the Holy Spirit you got, but how much of you is possessed by the Holy Spirit. നമ്മളെ എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എങ്കിലേ നിറം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ എല്ലാ ഏരിയയും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്ന് ഓരോരുത്തരും അയ്യോ, ഇതാണല്ലോ എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കർത്താവേ എന്നെ നിറയ്ക്കണമേ. ആ നിറവിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിറവിൽ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദ്യയിലെ ശമരിയിലൊക്കെ എൻ്റെ സാക്ഷികളാകും. ആരുടെ ഇടയിലാ സാക്ഷികളാകുന്നത്? ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ 4ാമത്തെ ദർശനം എന്താണ്? വിഷൻ ഓഫ് ദ പീപ്പിൾ നീഡ്. വിഷൻ ഓഫ് ദ പീപ്പിൾ. ആദ്യത്തേത് വിഷൻ ഓഫ് ഗോഡ്, രണ്ടാമത്തേത് വിഷൻ ഓഫ് ourselves, മൂന്നാമത്തേത് വിഷൻ ഓഫ് ദി ഓൾട്ടർ ഓഫ് കാൽവറി, നാലാമത്തേത് വിഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ നീഡ്. ആ നീഡ് മീറ്റ് ചെയ്യണമെങ്കിൽ സ്വന്തം ശക്തിയിൽ പറ്റത്തില്ല. ദൈവാത്മാവിന്റെ ശക്തിയിൽ, ആത്മനിറവിന്റെ അനുഭവത്തിൽ ആ സ്വയസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അർപ്പിച്ചിട്ട് let the Spirit take over. നാട്ടിൽ ബാറ്ററി ഇൻവേർട്ടർ ഉണ്ട്, മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോഴും ഇലക്ട്രിസിറ്റി കൂടെ പോവും. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവേർട്ടർ അങ്ങ് ഓണാകും. പക്ഷേ ഇൻവേർട്ടർ കൊണ്ട് ഒരു ലൈറ്റോ ഫാനോ ഇതിനെയൊക്കെ കൊള്ളത്തുള്ളൂ. റെഫ്രിജറേറ്ററും ഇലക്ട്രിക് ആയണം, എയർ കണ്ടീഷണറും ഒന്നും അതുകൊണ്ട് വർക്ക് ചെയ്യത്തില്ല. എന്നാൽ മെയിൻ സപ്ലൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? മെയിൻ ഇലക്ട്രിക് സപ്ലൈ വരുമ്പോഴത്തേക്ക് ബാറ്ററി ഇൻവേർട്ടറിൻ്റെ പവർ പോലാണ്. അല്ല, അത്ഭുതമാർന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓടാൻ, ശുശ്രൂഷിക്കാൻ ഉള്ള ഇന്ധനം, ഫ്യൂവൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുന്നത് എന്താണ്? റോമാലേഖനം 5:9 സ്നേഹം. ആ അഗപ്പേ സ്നേഹത്തിലാണ് മുന്നേറാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സ്നേഹത്തിന് കളങ്കം പറ്റി, മലിനപ്പെട്ടു. എങ്ങനെയാ മലിനപ്പെട്ടത്? അതുകൊണ്ടാണ് നിറവിൻ്റെ ആവശ്യം. ലീക്ക് ഉണ്ടാകുന്ന പോലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ടൊക്കെ കയറി വന്നു. പരിശുദ്ധാത്മാവിന് പകരം, സ്നേഹത്തിന് പകരം വേറെ ഏതാണ്ടൊക്കെ ആയിപ്പോഴേ. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും അല്ലേ, അതങ്ങ് ഉപയോഗിച്ചാൽ അങ്ങ് ആത്മനിറവിന് സബ്സ്റ്റിറ്റ്യൂട്ട്. നോ, ആത്മനിറവിലാണ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നത്.
ആത്മനിറവിലാണ് ടെക്നോളജി ഉപയോഗിക്കേണ്ടത്, അല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല. അങ്ങനെ പലതും കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആത്മനിറവിന്റെ ആവശ്യം കൂടുതലാണ്. ഞാൻ ഡ്രൈവിങ് പഠിച്ചത് കൊണ്ടായിരുന്നു. അന്ന് എന്നെ പഠിപ്പിച്ചയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ തീരുന്നു എന്നറിഞ്ഞു. അന്ന് ഇന്നത്തെ പോലെ പെട്രോൾ പമ്പിൽ വല്ലതും ഉണ്ടോ അടുത്തടുത്ത്? പുള്ളി പെട്രോൾ തീർന്നെന്ന് അറിഞ്ഞാണെ ഒരു സാധാരണ മണ്ണെണ്ണക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ഓഫ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഒരു കുപ്പി വെള്ളമണ്ണെണ്ണ വാങ്ങിച്ചെന്ന് ഒഴിച്ചു. വെള്ളമണ്ണെണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് പെട്രോൾ ഒഴിച്ച കാറോട് എങ്ങനെ ഓടിയത്? പുകയും തുപ്പിക്കൊണ്ട് എത്ര ചവിട്ടിയിട്ടും പണ്ടത്തെ പോലെ നീങ്ങുന്നില്ല. പിന്നെ ഓടിച്ചു പെട്രോൾ പമ്പിൽ ചെന്നു. അവിടെ ചെന്ന് പെട്രോൾ ഒഴിച്ചതൊക്കെ മുമ്പത്തെ പോലെ തന്നെ. കാരണം ഇതിലെ മലിനം അവിടെ കിടക്കുന്നു, മാലിന്യം, മണ്ണെണ്ണ. അതവിടെ കിടന്നാൽ മുമ്പോട്ട് പോകുമോ? ഇല്ല. കാളവണ്ടി പോലും ഞങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന അവസ്ഥ. അതുപോലെ വണ്ടി ഓടുന്നുള്ളൂ. അപ്പോ ഡിസയർ ഫോർ ലവ്, അതിലാണ് ശുശ്രൂഷിക്കേണ്ടത്. അതിന് പകരം ഡിസയർ ഫോർ പവറും പൊസിഷനും ഒക്കെ. അങ്ങനെ ആത്മനിറവ് അനിവാര്യമാണ്. ആ ഡിസയർ ഫോർ പവർ ആൻഡ് പൊസിഷൻ ആൻഡ് ഓൾ, അത് നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ളതല്ല. ഡിസയർ ഫോർ ലവിനോടാണ്. സുപ്പീരിയർ ഫ്യൂവലാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹം. ആ സ്നേഹത്തിലാണ് ജീവിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും. ഞാൻ ഓർക്കുന്ന ആ വണ്ടി പിന്നെ ഇന്നതോടൊക്കെ ഹൈവേ, അന്ന് ഹൈവേ ഒന്നും അല്ലെങ്കിൽ ഓടിച്ചോടിച്ച് ആ മലിനപ്പെട്ട പെട്രോളെല്ലാം തീർന്ന് പിന്നെ നല്ല പെട്രോൾ ഒഴിച്ചപ്പോൾ നല്ല ശക്തിയിൽ ഓടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ആ മാലിന്യങ്ങളെല്ലാം ഒന്ന് ഫ്ലാഷ് ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. എൻ്റെ മാലിന്യം പിടിച്ചതെല്ലാം ഒന്ന് മാറിയിട്ട്, ആ ലീക്കൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല നിറവിലൊന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണല്ലോ. ഹൗ ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. മാലിന്യത്തെ മാറ്റണം. യാഗപീഠത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും വരിക. മാലിന്യത്തെ മാറ്റിത്തരും. പിന്നെ തടസ്സങ്ങളെ നീക്കിത്തരും. പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾക്കൊക്കെ പരിഹാരം യാഗപീഠത്തിലുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലത്തിന് മതിയായി. ആത്മനിറവിൻ്റെ തടസ്സങ്ങളായിട്ടുള്ള നിങ്ങൾ എണ്ണിയെടുത്ത് ഓരോന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. തലകളെ ഉണക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മനിറവിലുള്ളതായ ഒരു ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തൊക്കെയാണ് ഇനി ഒന്ന് കാണിച്ചു തന്നാട്ടെ. നമുക്കറിയാം. സമ്മതിക്കണം. ഈ തടസ്സം അവിടെ ഇരിക്കുന്നു, അത് വെച്ചോട്ട് പറ്റത്തില്ല. ഇന്ന് ആ മാലിന്യമൊക്കെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പകർച്ച എന്നിലേക്ക് തന്ന് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. കർത്താവ് നമുക്ക് വിജയം നൽകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഞാൻ പറയുന്നതായ വേളയിൽ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവേ ഒന്ന് വന്ന് എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണേ, എന്നെ നിറയ്ക്കണമേ എന്നുള്ളതായ അർത്ഥമുള്ള ഒരു പാട്ടുണ്ട്. ശുദ്ധാത്മാവേ വന്ന് എന്നെ ഉള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ജീവനൂതുക, ജീവദായക. കല്ലായുള്ള ഹൃദയങ്ങളെ ഒരുക്കിയിടണമേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിയിടണമേ. ശുദ്ധാത്മാവേ വന്ന് എന്നെ ഉള്ളിൽ വാസം ചെയ്യണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് ആ തടസ്സങ്ങളെല്ലാം ഇതാ ഞാൻ നീക്കിത്തരുന്നു. അയ്യോ കർത്താവേ, ആ ഭാഗത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ആ ഭാഗത്ത് അവിടെ നിന്ന് അതുകൂടെ ഏറ്റെടുക്കണമേ. പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്ക് പോവുകയും ചെയ്യുന്ന ഭാഗം മാത്രമല്ല, എല്ലാ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് തലകളെ ഉണക്കിക്കൊണ്ട് കൊയറിനോട് ചേർന്ന് ഈ പാട്ട് നമുക്ക് പാടാം. ശുദ്ധാത്മാവേ വന്ന് എൻ്റെ ഉള്ളിൽ വാസം ചെയ്യണേ.
പാടാനായിട്ട് ആരാ ഉള്ളത്? നമുക്കങ്ങ് പാടാം. ഒരു വരട്ടെ. വാസം ചെയ്യണേ സത്യാത്മാവേ ആത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനൂരു